പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത ചെന്നൈയിൽ നിന്ന് വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകളും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസഫറും കേരളത്തിൽ നിന്നുള്ള ജയന്തി രാജനും അസിസ്റ്റന്റ് സെക്രട്ടറിമാർ. ഹാരിസ് ബീരാൻ ദേശീയ സെക്രട്ടറി, KPA മജീദ് ദേശീയ വൈസ് പ്രസിഡന്റ്, അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. അഷ്കർ അലി കരിമ്പ, ലീഗിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പുനഃസംഘടനയിൽ വനിതകളും ഇടം പിടിക്കുന്നു. ഹാരിസ് ബീരാൻ വരുന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് 2 വനിതകൾ എത്തുന്നത്. കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് നിലവിലെ വനിതാ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ഫാത്തിമ മുസഫറുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2 പേരെയും ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായിട്ട് ഇപ്പോൾ പാർട്ടി ദേശീയ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരത്തിൽ ഒരു ദേശീയ കമ്മിറ്റിയിലേക്ക് ഒരു വനിതാ പ്രാതിനിധ്യം ലീഗ് നൽകുന്നത്. നേരത്തെ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിലും അതുപോലെ തന്നെ MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ തന്നെ ലീഗ് വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിരുന്നു. വനിതകളെ കൂടുതൽ പരിഗണിക്കുമെന്നുള്ള കാര്യം നേരത്തെ ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇന്ന് ചെന്നൈയിൽ നടക്കുന്ന കൗൺസിലിൽ ചരിത്രത്തിൽ ആദ്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് 2 വനിതാ നേതാക്കളെ കൂടി പരിഗണിച്ചിരിക്കുന്നത്. അതിൽ ഫാത്തിമ മുഫസർ എന്ന് പറയുന്നത് നിലവിൽ ചെന്നൈയിലെ കൗൺസിലറും അതുപോലെ തന്നെ വനിതാ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റുമാണ്. മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിലവിലുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെ തുടർന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേശീയ പ്രസിഡന്റായി KM ഖാദർമൊയ്തീൻ, ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാൽക്കുട്ടി, ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറിയായി ET മുഹമ്മദ് ബഷീർ, ദേശീയ ട്രഷററായി PV അബ്ദുൽ വഹാബ് എന്നിവർ അതത് സ്ഥാനത്ത് തുടരും. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായി അബ്ദുൽ സമദ് സമദാൻ അടക്കമുള്ളവർ തുടരും. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുനവർ അലി ശിഹാബ് തങ്ങൾ അടുത്ത വർഷത്തോടെ കാലാവധി തീരാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ദേശീയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ദേശീയ നാഷണൽ സെക്രട്ടറി ആയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള നാഷണൽ സെക്രട്ടറി ആയിട്ടാണ് ഒന്നാമതായി മുനവർ അലി ശിഹാബ് തങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തിൽ നിന്നും ഹാരിസ് ബീരാൻ, നിലവിലെ മുസ്ലിം ലീഗിന്റെ MP ആയിട്ടുള്ള രാജ്യസഭാ MP ആയിട്ടുള്ള ഹാരിസ് ബീരാനെ കൂടി ദേശീയ തലത്തിലെ പ്രവർത്തനത്തിന് വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യുവ പ്രാതിനിധിയെ ദേശീയ തലത്തിലേക്ക് പരിഗണിക്കുമെന്നുള്ള കാര്യം സൂചനകളുണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവായിട്ടുള്ള ഫൈസൽ ബാബുവിനെയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഫൈസൽ ബാബുവിനെയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ പ്രധാന നേതാക്കളിൽ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും സഹഭാരവാഹിത്വങ്ങൾ കാര്യമായി തന്നെ ആ മാറ്റങ്ങളും പുതിയ നേതാക്കൾക്ക് അവസരം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് 2 വനിതകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിന്നുള്ള നൂർബീന റഷീദ് അടക്കമുള്ള മറ്റു പല വനിതാ നേതാക്കളും ഇത്തരത്തിൽ ദേശീയ കമ്മിറ്റിയിലേക്ക് പരിഗണന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവരെ മാറ്റി നിർത്തി അവർക്ക് പകരം ചെന്നൈയിൽ നിന്നുള്ള ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ കൂടി ചെന്നൈയിൽ നിന്നുള്ള വനിതാ ലീഗിന്റെ തന്നെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ഫാത്തിമ മുഫസറിനെയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് SC വിഭാഗത്തിൽ നിന്നുള്ള പരിഗണന എന്ന നിലയ്ക്ക് ജയന്തി രാജനെയും കൂടിയാണ് ഇപ്പോൾ ദേശീയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 7 വൈസ് പ്രസിഡന്റുമാരും 7 ദേശീയ സെക്രട്ടറിമാരും 7 അസിസ്റ്റന്റ് സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന ഒരു വിപുലമായ ദേശീയ കമ്മിറ്റിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 16ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ തുടരുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയാണ്. സുജിയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്. ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പുനഃസംഘടനയിൽ പ്രധാന നേതാക്കൾ സ്ഥാനം നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ വനിതകളുടെ സാന്നിധ്യം ഇത്തവണത്തെ ഈ മാറ്റത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റുകയാണ്.